മച്ചാന്മാരെല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും നമ്മളിന്ന് ഐസ്ക്രീമുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പരിപാടിയാണെന്നല്ലേ. സംഭവം വേറെ ഒന്നുമല്ല മക്കളെ, നമ്മളിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. സാധാരണ ഐസ്ക്രീം അല്ല, നല്ല ഇന്റർനാഷണൽ ലെവല്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം തിന്നുകൊണ്ടേയിരിക്കും. അമ്മാതിരി ഒരു ലെവൽ സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ദേ നമ്മുടെ ബാക്കിൽ കാണുന്ന ഐസ്പോട്ടിന്റെ ഫാക്ടറി പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ബാക്കിയുള്ള കാഴ്ചകൾ കാട്ടിത്തരാം. പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, നേരെ വിട്ടാലേ നമുക്ക്. അപ്പോൾ നമ്മുടെ ഐസ്പോട്ടിന്റെ ആൽമണ്ട് ഡയറിയുടെ ഫാക്ടറിയിലേക്കുള്ള കാഴ്ചകളാണ് ഇനി. നമ്മൾ ഈ വണ്ടി തന്നെയാണ് പോകുന്നത്. പ്രേണു വരുന്നില്ലേ? കം ഓൺ മൈ ബോയ്. ഓ, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഐസ്പോട്ടിൻ്റെയും ആൽമണ്ട് ഡയറിയുടെയും ഫാക്ടറിയിലേക്കാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഐസ്പോട്ടിന്റെ ആൽമണ്ട് ഡയറീസിന്റെ കൊച്ചു മുതലാളിയാണ്, മിസ്റ്റർ അബൂബക്കർ. അതെ അതെ, കണ്ട സംഭവം, മുതലാളി ഒരു ചുള്ളനാണ്. ഞാൻ പുകഴ്ത്തി പറയുന്നതെന്ന് വിചാരിക്കേണ്ട, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ എന്താണെന്നത് നമ്മുടെ പരിപാടി? ഇന്ന് ജിയോ മച്ചാനെ കൊണ്ട് നമ്മളൊരു ഐസ്ക്രീം ഉണ്ടാക്കിപ്പിക്കാൻ പോവാണ്. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ള ഫ്ലേവർ. അടിപൊളി. അപ്പോൾ സംഭവം ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ അബൂബക്കർ. അപ്പോൾ അബൂബക്കറിന്റെ ഐസ്ക്രീമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളൊന്നുമില്ല, പ്രായഭേദമന്യേ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ഫാനായി പോകും. അതുമാതിരി സാധനമാണ് അത്. ഏതാതൊക്കെ ഇനി ബാക്കി വരുന്ന വഴി ഞാൻ കാട്ടിത്തരാം. അപ്പൊ നേരെ നമ്മൾ ഔട്ട്ലെറ്റിലേക്ക്, അതായത് നമ്മുടെ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ഐസ്ക്രീം ഫാക്ടറിയുടെ ഉൾവശമാണ്. എന്താണ് അവിടെ നടക്കുന്നത്? കമോൺ വരും. അപ്പൊ ഒരു ഫാക്ടറിയിലേക്ക് കയറുമ്പോൾ അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഒരു സേഫ്റ്റി മെഷർ അല്ലെ. നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആവുമ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ട് വേണം അതിനകത്ത് കയറാൻ. ഇതെന്തിനാണെന്നറിയോ? നമ്മുടെ തലയിലെ തലമുടികളൊന്നും കൊഴിഞ്ഞതിലേക്ക് വീഴാതിരിക്കണം അല്ലേ. അങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് സെറ്റ് ആയി. ഇനിയിപ്പോ നേരെ കിടക്കാണല്ലേ നമ്മള്. യെസ് ബാമോനെ, ഐസ്പോട്ട് ആൽമണ്ട് ഡയറീസിന്റെ നമ്മളുടെ ഫാക്ടറി കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഫാക്ടറി കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് കടയിൽ ഫ്രൂട്ട്സ് അരിയുന്ന പോലെ ഇവിടെ ചക്ക അരിയുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ പേരയ്ക്ക, സ്ട്രോബെറി, തണ്ണിമത്തൻ, മുന്തിരി, മാങ്ങ, ബ്ലൂബെറി, കരിക്ക്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ അരിയുന്നുണ്ട്. ഐസ്ക്രീം ഉണ്ടാക്കണമെന്നുകൊണ്ട് എന്താണ് ഒരു ഫ്രൂട്ട്സ് അരിഞ്ഞോണ്ടിരിക്കുന്നത്. ഇതാണ് ബ്രോ നമ്മുടെ ഐസ്പോട്ടിന്റെയും അതുപോലെ ആൽമണ്ട് ഡയറി ഐസ്ക്രീമിന്റെ ഒക്കെ പ്രത്യേകത. നമ്മളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയൽ ഫ്രൂട്ട്സിലും അതുപോലെ റിയൽ കണ്ടൻസിലായിരിക്കും നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി തരും. മറ്റുള്ള ആർട്ടിഫിഷ്യൽ എസൻസുകളോ കളറുകളോ ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ വളരെ കുറവാണ്. നമ്മളിപ്പോൾ മെയിൻലി നമ്മൾ മെയിൻ സ്ട്രീമിൽ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും 100% നാച്ചുറൽ എന്ന് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഐറ്റംസ്. അടിപൊളി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ കുളിർന്നു എന്ന് പറയട്ടെ. കാരണം നമ്മൾ ഒരു എന്താ പറയുക, ഫാക്ടറിയിലൊക്കെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ റിയൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അടുത്ത് അമ്മയുടെ പ്രോഗ്രാമിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മളുടെ ഈ ഒരു ഐസ്പോട്ടിന്റെയും അതുപോലെ തന്നെ ആൽമണ്ട് ഡയറീസിന്റെയും ഐസ്ക്രീമുകൾ കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞായിരുന്നു. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഐസ്പോട്ടിന്റെ ഐസ്ക്രീം ഇതിന് മുമ്പ് വന്നപ്പോഴും കഴിച്ചു പോലെ പിന്നെ എന്ത് രസാ, കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചു പോകും. നല്ല ഐസ്ക്രീമാണ്, സൂപ്പർ ആയിരുന്നു. നല്ല ഐസ്ക്രീം ആട്ടോ, നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് കഴിക്കണേ. ഗംഭീരം. കരിക്കിന്റെ അതേ ടേസ്റ്റ് കിട്ടും. അടിപൊളി. ഐസ്പോട്ട് നല്ല ചക്ക ഉണ്ടല്ലോ, നല്ല വരിക്കച്ചക്കട തേൻ വരിക്കട അതേ രുചിയാണ്. ഒരു കഴിച്ചത് ഞാൻ പിന്നെ വേണമെന്ന് പറഞ്ഞു, അല്ല വേറെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളും കഴിച്ചിരുന്നു അല്ലേ. നന്നായിട്ട്. ഇവിടുത്തെ ഐസ്ക്രീംസോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു അവക്കാഡോനാട്ട കൂടുതൽ ഫാൻസ്. അവക്കാഡോ സൂപ്പറാണ്. ഐസ്പോട്ട് സൂപ്പർ. സെലിബ്രിറ്റീസ് വരെ ഇത്രയ്ക്ക് നല്ല അഭിപ്രായം പറയുന്ന ഒരു ഐസ്ക്രീം ബ്രാൻഡിന്റെ ഫാക്ടറിയിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഫൗണ്ടറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തണ്ടേ. ഞാൻ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയിരുന്നു. അബൂബക്കർ ബ്രോ ആണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമ എന്ന് പറയുന്നത്. നമുക്ക് പാർട്ട്നേഴ്സ് ആണ്. എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, യൂസഫ് ഖാൻ എന്ന് പറയും. പുള്ളി അന്ന് നമ്മളെ അമ്മയിൽ നിന്നൊക്കെ കണ്ടിരുന്നു, പുള്ളിനെ കണ്ടിരുന്നു. പുള്ളിയാണ് നമ്മളുടെ ഇൻവെസ്റ്റർ ആയിട്ട് വന്നതാണ്. ഇപ്പൊ എന്നോടൊപ്പം ഫുള്ളായിട്ട് കൂടെ തന്നെ ഉണ്ട്. ആ സപ്പോർട്ടും തരുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാട്ടാ. കാരണം ഈ ഒരു ചെറുപ്രായത്തിലെ
എന്താ പറയാ കേരളത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലായിട്ട് 163 ഔട്ട്ലെറ്റ്സ്, അതായത് ഐസ്പോർട്ടിന്റെയും അതുപോലെ തന്നെ ആൽമണ്ട് ഡയറീസിന്റെയും 163 ഔട്ട്ലെറ്റ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അത്രയും വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ എത്ര വർഷം എടുത്തു? 3 വർഷമാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയുടെ ഒപ്പം തന്നെ പോവാം. അപ്പൊ നമ്മൾ ഇന്ന് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഫാക്ടറിയിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എനിക്ക് ഇന്നൊരു ഐസ്ക്രീം ഉണ്ടാക്കണം. എന്ത് ഐസ്ക്രീം ഉണ്ടാക്കാം? ഇവിടെ നോക്കിയാൽ ചക്കയുണ്ട്, പേരക്കുണ്ട്, സ്ട്രോബെറി, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, അവിടെ കരിക്ക് വരെയുണ്ട്. ബ്രോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടില്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ? എനിക്ക് 2 ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടമായത്. ഒന്ന് അവക്കാഡോ, ഒന്ന് ചക്ക. ഓക്കെ, അപ്പൊ നമുക്ക് ചക്ക തന്നെ പിടിച്ചാലോ? ചക്കയിൽ പിടിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ് ചക്ക അല്ലേ? നമ്മളെ ചക്ക നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തോണ്ട്. അതെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല വരിക്കച്ചക്കയല്ല, നല്ല മണം വരുന്നുണ്ട്. ഈ കാണുന്ന വരിക്കച്ചക്കേനെ ഇവിടെ വെട്ടി നുറുക്കി ചെറിയ പീസുകളാക്കിയാണ്. അപ്പൊ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കിയാലോ? അപ്പൊ ഒരുപാട് ഫ്രൂട്ട്സ് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചക്കയെന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് ശരിക്കും 2 തലമുറകളുടെ രുചിയുടെ മുമ്പിലാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാ നമ്മുടെ ഓറിയോ അല്ലെങ്കിൽ കിറ്റ്കാറ്റ് അങ്ങനത്തെ ഫ്ലേവേഴ്സും കാര്യങ്ങളായിരിക്കും. പക്ഷെ എനിക്കും എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കാണെങ്കിലും ഇങ്ങനെ നാച്ചുറൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഫ്ലേവേഴ്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും നമ്മൾ ചക്കയിൽ തന്നെയാണ് തുടങ്ങുന്നത്. നമ്മളിന്ന് ചക്ക ഐസ്ക്രീം അങ്ങനെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ചക്ക ഐസ്ക്രീം നിർമ്മാണത്തിലെ ആദ്യത്തെ പണി ചക്ക വെട്ടിപ്പൊളിക്കുക അല്ലേ? നല്ല വരിക്ക ചക്ക ഒറ്റ വെട്ടിന് നമ്മൾ പൊളിച്ചെടുത്തേക്കാണ്. ഭയങ്കരമായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. പകുതി ചക്ക പോയത് കമ്പനിക്ക് നഷ്ടാട്ടാ. ഇങ്ങനെ മുറിച്ചാലേ കുരു മുളച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ചേച്ചിമാര് നല്ല വരിക്കച്ചക്ക അവിടെ വെട്ടി പൊളിച്ച് ചൊളയായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇത് നമ്മൾ നല്ല കുനുകുന പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. കണ്ട, നല്ല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അവനെ ട്രേയിലേക്ക് തട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചക്ക ഐസ്ക്രീം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചക്ക നല്ല കുനുകുനാന്ന് അരിഞ്ഞ് നമ്മളവിടെ വെച്ചു. അടുത്ത പ്രൊസീജിയർ എന്താ പറയുക? അടുത്ത പ്രൊസീജിയറാണ് ഐസ്ക്രീമിലെ ഏറ്റവും മെയിൻ പ്രൊസീജിയർ. നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ഐസ്ക്രീമിന്റെ പ്രീ മിക്സ്. അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ ഈ ചക്കയുടെ പൾപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്യലാണ് അടുത്ത പ്രൊസീജിയർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ പ്രീമിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഇതെന്താണ് ഇതിനുള്ളിൽ? ഏജിങ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള മിക്സിനെ കറക്റ്റ് ആയിട്ട് 8 മണിക്കൂറോളം ഏജിങ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ആണ്. നമ്മൾ ഇതിനെ ഒരു നിശ്ചിത അളവിൽ മിക്സ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഐസ്ക്രീമും ജിയോ മച്ചാന് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കാൻ ചക്ക ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള മിക്സ് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏജിങ് പ്രോസസ് നടക്കുന്ന ഈ ഒരു ചേംബറിൽ ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്? ഓക്കെ, നമ്മളിതില് പാലും അതുപോലെ തന്നെ നല്ല ബട്ടർ, ഫ്രഷ് ക്രീം, പഞ്ചസാര തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇട്ട് പാസ്ചറൈസ് ചെയ്ത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ കഴിഞ്ഞാൽ പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ട് ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. അതും കഴിഞ്ഞ് PHE പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് ഏജിങ്ങിൽ എത്തുന്നത്. ഓക്കെ, ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചേംബറിലേക്ക് നമുക്ക് ഏജിങ്ങിന് വേണ്ടി എത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രീമിക്സ് ആണ്, ഐസ്ക്രീമിന്റെ മിക്സ് ആണ്. ഇതിനൊരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞില്ലേ, +5 ഡിഗ്രി വരത്തേക്ക് നമ്മൾ ഇതിനെ ഏജിങ് ചെയ്താലാണ് ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുക. ഇത് +5 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു പ്രൊസീജിയർ ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? 8 മണിക്കൂർ മിനിമം ഏജിങ് ചെയ്താലാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രീമിക്സ് കഴിഞ്ഞ് അത് ഏജിങ് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ടാപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിപ്പോ എത്ര ലിറ്ററുള്ള മിക്സ് നമ്മൾ ചെയ്യുന്നത്? ഇതിപ്പോ ഒരു 600 ലിറ്ററിന്റെ ചേമ്പറാണ്. ഇതുപോലെ നമ്മളെടുത്ത് കുറെ ചേമ്പേഴ്സ് ഉണ്ട്, ഏജിങ് വാറ്റുകൾ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 50 ലിറ്റർ ആണ്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു 50 ലിറ്ററിന്റെ മിക്സ് ആണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചക്ക ഐസ്ക്രീം ബ്രോ ഉണ്ടാക്കുകയാണല്ലോ. ഓക്കെ, ജിയോമച്ചാന്റെ ഒരു സ്പെഷ്യൽ ചക്ക ഐസ്ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു 50 ലിറ്റർ ആണ് എടുക്കുന്നത് അല്ലേ? അടിപൊളി. അപ്പോൾ ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐസ്ക്രീമിന് പ്രീമിക്സുകൾ ഇങ്ങനെ ഒരുപാട് ചേമ്പറുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ കറക്കി ആ ഒരു പ്രൊസീജിയറുകൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രീമിക്സിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ ചക്ക ചേർക്കേണ്ട സമയം. ചേച്ചി ചേർക്കാം നമുക്ക്? ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കാം. ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുക്കണമെന്ന് വിചാരിച്ചോട്ടെ. കണ്ട, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചക്കയില്ലേ, അത് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് കേട്ടത്. അത് നേരെ പൾപ്പാക്കി. ഓക്കെ, അതിന് മലയാളത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കണല്ലേ അത്? ഓക്കെ, നമ്മളിതിൽ വേറെ എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പക്ക ആ ഒരു ഒറിജിനൽ പൾപ്പും ഫ്രൂട്ടും ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ
ചക്ക ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചക്ക അതിൽ കൂടി അടുത്തേ കൂടി പോയിണ്ടെന്ന് പോലും നമുക്കറിയില്ല. നല്ല അടിപൊളി പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത പ്രശ്നം? നമ്മൾ ഇതിനെ ഐസ്ക്രീം ആക്കി മാറ്റിയാണ്. ഓക്കെ, ഇതിനെ നേരെ ഐസ്ക്രീം ആക്കിയാണ്. അടിപൊളി. ഇതുവരെ നമ്മൾ മിക്സിനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരെ ഐസ്ക്രീമിലേക്ക് മാറ്റി ഐസ്ക്രീം ആക്കാണ്. നോക്കാം, അതിനുള്ള മെഷീനാണ് ഇവിടെ. അതെ അതെ. അപ്പോൾ ഇനി ഐസ്ക്രീം പാക്കിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മുടെ ചക്കയുടെ പീസുകൾ കണ്ടോ ഇതിനുള്ളിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇതിനുള്ളിൽ ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു മിക്സ് നമ്മൾ ഒരു ലിക്വിഡ് ഫോമിലായിരുന്നു. ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഐസ് ആയിട്ട് വന്നത്? ഇതാണ് കണ്ടിന്യൂസ് ഫ്രീസർ. ഓക്കെ, നമ്മളിതിപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി തുടങ്ങി. ഓക്കെ, നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ടിന്റെ മിക്സ് ഇപ്പോൾ അതിൽ ഇടുന്നുള്ളൂ. ഓക്കെ, പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് അതിൽ കിട്ടണം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കി വെച്ച പീസസ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ മെഷീൻ വെച്ച് ഇതിനുള്ളിൽ ഫില്ല് ചെയ്തെടുക്കുകയാണേ. അതെ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ചക്ക ഐസ്ക്രീം കഴിച്ചു നോക്കാം അല്ലേ? ഐസ്ക്രീമാണ്. ഞാനും കൂടി ഉണ്ടാക്കിയ ചക്ക ഐസ്ക്രീമാണ്. ഇത് നല്ല അടിപൊളി. ഇതൊരു സ്കൂപ്പ് എടുത്തു. നല്ല തേൻ വരിക്കട ഐസ്ക്രീം പോലെ. മക്കളെ നീ ഞാനുണ്ടാക്കിക്കൊണ്ടൊന്നും അറിയില്ല. കൂടി ആൽമണ്ട് ഡയറിയുടെ ഐസ്ക്രീം അല്ലെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലാവും. പക്ഷെ ഇന്ന് കുറച്ച് മധുരം കൂടുതലാണ് ആൽമണ്ട് ഡയറിക്ക്. കാരണം ജിയോ മച്ചാന്റെ ഐസ്ക്രീമാണ് ചക്ക. സംഭവം കലക്കിണ്ട് ഒരു രക്ഷയില്ല. ഒറ്റ ഇരിപ്പിന് വേണമെങ്കിൽ ഞാനത് മൊത്തം കഴിച്ചു തീർക്കും. അതിനുള്ള ടേസ്റ്റ് ഉണ്ട്. സത്യം പറയാല ഇടുക്കാച്ചി ആയിട്ട് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടത്. മക്കളെ പൊളി. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നൂല. അപ്പോൾ നമ്മൾ ഒരു ചക്ക ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോഴേക്കും അവിടെ നോക്കി എന്തോരം ഐസ്ക്രീമുകൾ ഉണ്ടാക്കിയതെന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ബാ, ഇത് കണ്ട നല്ല അടിപൊളി കോൺ ടോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാട്ടാ. അപ്പോൾ പോപ്സിക്കിൾസ് ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഐസ്ക്രീം നല്ല കട്ടയായിട്ടിരിക്കണ്ടേ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കോൾഡ് റൂം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ പെട്ടി കണക്കിന് ഐസ്ക്രീമുകൾ ഇരിക്കുന്ന കണ്ട. അപ്പോൾ ജിയോമച്ച ഇത് നമ്മളുടെ കോൾഡ് റൂമാണ്. ഇവിടെ നമ്മളതിൽ ഐസ്ക്രീമുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. കപ്പ് ഉണ്ട്, കോൺ ഉണ്ട്, ബോൾ ഉണ്ട്. ആൽമണ്ട് ഡയറിയിലെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൽമണ്ട് ഡയറിയുടെയും ഐസ് ഫ്രൂട്ടിനെയും ഒക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അവർ ഐസ്ക്രീം കമ്പനിയിലുള്ള ഒരുവിധ എല്ലാ പ്രൊഡക്റ്റും 100-ലധികം SKUകൾ നമ്മളെ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. അപ്പൊ നോക്കി ഈ ഒരു റാക്ക് നിറയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല പല ഫ്ലേവറിലുള്ള പല രീതിയിലുള്ള ഐസ്ക്രീംസ് ആണ്. അപ്പോൾ എന്റെ പൊന്നു കൊതിയാവുന്നു കണ്ടിട്ട് തന്നെ. അങ്ങനെ നല്ല അടിപൊളി ചക്ക ഐസ്ക്രീം ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള എന്തായാലും അബൂബക്കർ ബ്രോയുടെ ഐസ്ക്രീം ഫാക്ടറി, ഐസ് സ്പോട്ട്, അതുപോലെ തന്നെ ആൽമണ്ട് ഡയറീസ്, 2 ബ്രാൻഡിന്റെയും കൂടിയുള്ള ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് നമ്മൾ വന്നത്. ഫാക്ടറിയിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, ഒരു യുവാവ്, ഒരു സംരംഭകൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നല്ല ടേസ്റ്റുള്ള, അതും നാച്ചുറൽ ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്കത് കാണാൻ പറ്റി. അതായത് ഒറിജിനൽ ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെ നല്ല ഐസ്ക്രീം ഉണ്ടാക്കി ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആളുകളുടെ സപ്പോർട്ടും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എന്റെ പാർട്ട്ണറൊക്കെ യൂസഫ് ഖാനൊക്കെ സപ്പോർട്ടൊക്കെ കൂടിയിട്ടാണ്. പിന്നെ ഒരുപാട് ആളുകൾ ബാക്കിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ഔട്ട്ലെറ്റുകാരും ഓരോ ഫ്രാഞ്ചൈസികളും നമ്മളെ കൂടെ നിന്നിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലായിട്ട് 163 ഔട്ട്ലെറ്റുകളാണ് ഐസ് സ്പോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട് ഡയറീസിനും ഉള്ളത്. അപ്പോൾ വലിയൊരു വിജയഗാഥയാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഒരു വിജയഗാഥയുടെ പങ്കാളികളാവാനുള്ള അവസരം
ആൽമണ്ട് ഡയറീസും ഐസ്പോർട്ടും തരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുത്തേ. തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഫ്രാഞ്ചൈസി മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയാണ് നമ്മളെ ഫ്രാഞ്ചൈസി കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 4-5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഔട്ട്ലെറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ഔട്ട്ലെറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഐസ്പോർട്ടിനോടൊപ്പം തന്നെ ആൽമണ്ട് ഡയറി എന്ന് പറയുന്ന ഐസ്ക്രീമിന്റെ ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത കൊടുക്കാൻ പറ്റാവുന്ന ഒരു മേഖലയാണ്. ഞാൻ അതിലാണ് ഏറ്റവും അധികം ഞങ്ങൾ സന്തോഷിക്കുന്നത്. ഒരുപാട് യുവാക്കൾക്ക് ഇതുവഴി ഒരു വരുമാന മാർഗ്ഗം ആവാം, നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായും എന്തായാലും അത് ഐസ്പോർട്ട് ആൽമണ്ട് ഡയറിയും തരുന്ന ഒരു ഉറപ്പായിട്ട് അബൂബക്കറിന്റെ ഉറപ്പായിട്ട് പറയാണ് അവിടെ. ഐസ്പോർട്ടിന്റെയും ആൽമണ്ട് ഡയറിയുടെയും ഉറപ്പായിട്ട് ഞങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഒരു ഫാക്ടറി വിസിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ചക്ക ഐസ്ക്രീം ഉണ്ടാക്കിയെന്നൊക്കെ കണ്ടില്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഐസ്പോർട്ടൊക്കെ അതുപോലെ തന്നെ ആൽമണ്ട് ഡയറീസ് ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് ആയതുകൊണ്ട് പറയാം. കാരണം ഇപ്പൊ അമ്മയുടെ ഒഫീഷ്യൽ പ്രോഗ്രാംസിൽ എല്ലാത്തിലും ആൽമണ്ട് ഡയറീസും ഐസ്പോർട്ടും തന്നെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അമ്മ സംഘടനയുടെ വരെ ഒഫീഷ്യൽ ഐസ്ക്രീം പാർട്ണർ ആയിട്ടുള്ള ഐസ്പോർട്ടിന്റെ അതുപോലെ തന്നെ ആൽമണ്ട് ഡയറീസിന്റെ നല്ല അടിപൊളി ഫ്രാഞ്ചൈസീസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, ഒരു സംരംഭകനാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരായിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്ത് ഇന്നത്തെ പരിപാടി നിർത്താണ്. എന്തായി ഐസ്ക്രീം ഇഷ്ടമായോ? ഏത് ഐസ്ക്രീം കഴിക്കുന്നേ? ബ്ലൂബെറി. ഓ കൊതിയെത്തി. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാരെ ഇത് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ ബ്രോയോടൊപ്പം അതുപോലെ തന്നെ അബൂബക്കർ ബ്രോയോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. എനിക്ക് തന്നില്ലല്ലോ ഐസ്ക്രീം, ചോദിച്ചില്ലല്ലോ വേണമെന്ന്.